ഏകദേശം ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് കപ്പലുകൾക്ക് വഴി കാണിച്ചു കൊടുത്തിരുന്നത് ഒരു ഡോൾഫിനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ന്യൂസിലാൻഡിലെ സൗത്ത് ഐലൻഡിനും നോർത്ത് ഐലൻഡിനും ഇടയിൽ ഫ്രഞ്ച് പാസ് എന്ന് പറയുന്ന ഒരു കടലിടുക്കുണ്ട്. അവിടം ഭയങ്കര അപകടം പിടിച്ചൊരു സ്ഥലമാണ്. കടലിനടിയിൽ വലിയ പാറക്കെട്ടുകളും ഭീകരമായ തിരമാലകളും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് കപ്പലുകൾ അവിടെ തകർന്നു വീഴാറുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആ വഴി പോകാൻ കപ്പിത്താന്മാർക്ക് എപ്പോഴും പേടിയായിരുന്നു. 1888 ഈ ഡോൾഫിൻ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. ഒരു വലിയ കപ്പൽ ഈ അപകടം പിടിച്ച വഴിയിലൂടെ വരുമ്പോൾ ഒരു ഡോൾഫിൻ കപ്പലിന് മുന്നിൽ വന്നിങ്ങനെ ചാടി മറിയാൻ തുടങ്ങി. കപ്പലിലെ ആളുകൾ ആദ്യം വിചാരിച്ചത് അത് കപ്പലിൽ ഇടിക്കാൻ വരികയാണെന്നാണ്. പക്ഷെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ആ ഡോൾഫിൻ കപ്പലിന് മുന്നിൽ ഒരു ഗൈഡ് പോലെ നീന്തിക്കൊണ്ടേ പോവുകയാണ്. പാറക്കെട്ടുകളില്ലാത്ത സുരക്ഷിതമായ വഴിയിലൂടെ ആ ഡോൾഫിൻ കപ്പലിനെ നയിച്ചു. അതൊരു തുടക്കമായിരുന്നു. പിന്നീട് നീണ്ട 24 വർഷക്കാലം ആ വഴി വരുന്ന എല്ലാ കപ്പലുകളുടെയും വഴികാട്ടിയായിരുന്നു ഈ ഡോൾഫിൻ. അങ്ങനെ ആ ഡോൾഫിന് കപ്പലിലെ ജീവനക്കാരൊരു പേര് വിട്ടു, പെലോറസ് ജാക്ക്. ഈ ഡോൾഫിൻ കപ്പലുകളെ കാത്തു നിന്നിരുന്ന സ്ഥലത്തിന്റെ പേരാണ് ഈ പെലോറസ്. ആൻഡ് 19-ാം നൂറ്റാണ്ടിലൊക്കെ കപ്പൽ ജീവനക്കാരുടെ ഇടയിൽ വളരെ ഫേമസ് ആയ ഒരു വിളിപ്പേരായിരുന്നു ജാക്ക്. ഇത് രണ്ടും ചേർത്താണ് കപ്പൽ ജീവനക്കാർ ഡോൾഫിന് അങ്ങനെ ഒരു പേരിട്ടത്. പിന്നീട് കപ്പൽ വരുന്നത് കാണുമ്പോൾ ജാക്ക് ഓടി വരും. എന്നിട്ട് കപ്പലിന് മുന്നിൽ നീന്തി സുരക്ഷിതമായ ഇടത്ത് എത്തിച്ചിട്ട് പുള്ളി തിരിച്ചു പോകും. ലോകം മുഴുവൻ ജാക്കിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ജാക്കിനെ കാണാൻ വേണ്ടി മാത്രം ആളുകൾ ആ വഴി കപ്പൽ യാത്രകൾ നടത്തി. പുള്ളി സത്യം പറഞ്ഞാൽ ഒരു സെലിബ്രിറ്റി ആയിട്ട് മാറി. പക്ഷെ ഇതിനിടയിൽ ഒരു സങ്കടകരമായ സംഭവം നടന്നു. 1904 SS പെൻഗ്വിൻ എന്ന കപ്പലിലൊരു യാത്രക്കാരൻ തോക്കെടുത്ത് ജാക്കിനെ വെടിവെച്ചു. അവൻ കടലിനടിയിലേക്ക് അപ്രത്യക്ഷനായി. ജാക്കിനെ പിന്നെ ആരും കണ്ടില്ല. ജനങ്ങളാകെ സങ്കടത്തിലായി. ഏതാണ്ട് 2 ആഴ്ചയ്ക്ക് ശേഷം ജാക്ക് തിരിച്ചു വന്നു. മുറിവൊക്കെ ഉണങ്ങി അവൻ പഴയതുപോലെ കപ്പലുകളെ സഹായിക്കാൻ തുടങ്ങി. പക്ഷെ ജാക്ക് ഒരു കാര്യം മറന്നില്ല. തന്നെ വെടിവെച്ച ആ കപ്പലിനെ പിന്നീട് ജാക്ക് ഒരിക്കലും സഹായിച്ചിട്ടില്ല. ആ കപ്പൽ വരുമ്പോൾ മാത്രം ജാക്ക് ഒളിച്ചു നിൽക്കും. അത്ഭുതം തോന്നുന്നൊരു കാര്യമാണ്. കുറച്ചു കാലത്തിന് ശേഷം ആ കപ്പൽ അതേ കടലിടുക്കിൽ വെച്ച് തകർന്നുപോയി. ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു മൃഗത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു രാജ്യം നിയമം നിർമ്മിച്ചത് ജാക്കിന് വേണ്ടിയാണ്. ജാക്കിനെ ആരും ഉപദ്രവിക്കരുതെന്ന് ന്യൂസിലാൻഡ് ഗവൺമെന്റ് ഉത്തരവിറക്കി. 1912 വരെ ജാക്ക് ആ കടലിലെ രാജാവായി വാണു. പിന്നീട് ഒരു ദിവസം അവനെ കാണാതായി. വാർദ്ധക്യ സഹജമായ കാരണങ്ങളാൽ അവൻ വിടവാങ്ങിയതാകാം എന്നാണ് ആക്ച്വലി കരുതപ്പെടുന്നത്. മൃഗങ്ങൾക്ക് പോലും നന്ദിയും അതുപോലെ തന്നെ ചതിയും ഒക്കെ തിരിച്ചറിയാൻ പറ്റും എന്ന് ജാക്ക് തെളിയിച്ചു. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ.